ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനിഷ് ഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ ടി വിയിൽ നോക്കിക്കൊണ്ടാണ് കേട്ടോ ബെഡ്ഷീറ്റ് മടക്കുന്നത്. പുതിയ ടി വി മേടിച്ചതുകൊണ്ട് പഴയ ടി വി നമ്മുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. രാവിലെ തന്നെ ചായയിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, വെള്ളത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ചായയോടൊപ്പം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ നീനി ബേബിയുടെ സ്ഥിരം പ്ലേസിൽ തന്നെ വന്നിരുന്നു. അടുക്കള സൈഡിൽ പടിയിലിരുന്നാണ് കഴിക്കുന്നത്. അവിടെ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്ന് ഫുഡ് കഴിക്കാൻ സത്യം പറഞ്ഞാൽ നല്ല രസമാണ്. കാരണം ലച്ചു പുറത്ത് കാണും, അത് കണക്ക് തന്നെ പൂച്ച കാണും, പിന്നെ മോട്ടോനെ ഇപ്പം പുറത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസം അവിടെ ഇരുന്ന് കഴിക്കുക. അപ്പം ഞാനും നീനി ബേബിയുടെ കഴിക്കുകയാണ്. നീനി ബേബി ഓൾറെഡി കഴിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ കഴിക്കാതിരിക്കുമ്പോൾ അവൾ എൻ്റെ അടുത്തോട്ട് വന്നിരുന്ന് കുറച്ച് കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സംതൃപ്തിയാണ്. കാരണം മക്കൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അതിനുശേഷം ചിക്കൻ സുക്ക വെച്ച് കേട്ടോ, സുക്കേന്നാന്ന് പേര്. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഐറ്റം ആയിരുന്നു. ഉണ്ടാക്കാൻ കുറച്ചധികം സ്റ്റെപ്പുകളുണ്ടെങ്കിലും ആ വർത്താണ്. ഭയങ്കര ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവർ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ ഗൈസ്, നമ്മൾ വൈകിട്ട് കൊല്ലത്തോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. അച്ചുവിൻ്റെയൊക്കെ അങ്ങനെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാമോ? കണ്ടിട്ടില്ലല്ലോ, കാണത്തില്ല. പുതിയ ഫീലിംഗ് കുട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് സ്ലിപ്പൊക്കെ ഉണ്ട്. നീനു ബേബി ഇവിടെ അവളുടെ കലാവിരുദ്ധകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കുരു ഇവിടെ ഉണ്ടായിരുന്ന കുരു പോയി. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന കുരു പോയി. പിന്നെ 2-3 കുരുവൊക്കെ വന്നായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങ് പോയി കേട്ടോ. അതൊക്കെ അങ്ങ് പോയി. അപ്പോൾ എനിക്ക് നീനുവിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് മുഖത്ത് നിറയെ കുരുവായിരുന്നു. എൻ്റെ ഭഗവാനെ, അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് കുരുവായിരുന്നു. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ തന്നെ ഭയങ്കര നിറയെ കുരുക്കളായിരുന്നു. പക്ഷേ ഈ പ്രഗ്നൻസിയിൽ വലിയ കുരുവില്ല. ഇത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മുട്ട കഴിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. എന്നാലും വൾഗറായിട്ടുള്ളതൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒരുപാട് നീട്ടി പറയുന്നില്ല. ഞാൻ അതായത് റെഡിയാവാൻ പോവാണ്. നീനു ബേബി ഇവിടെ നീനു ബേബിയുടെ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് നമ്മൾ പുതിയ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ കൊണ്ടുവരണമെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ ചേഞ്ചസ് നമ്മളെ വീഡിയോയിൽ വരുത്തണം. ഷോർട്സ് എന്തായാലും കുക്കിംഗ് വീഡിയോ തന്നെ ആയിരിക്കും. പിന്നെ ലോങ് വീഡിയോയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തണോ? കാരണം നിങ്ങളുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇമ്പോർട്ടൻസ്. നമ്മുടെ വ്യൂവേഴ്സ്, നമ്മളെ കാണുന്ന നമ്മുടെ ഫാമിലിയാണല്ലോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവർക്ക് ഇഷ്ടം അനുസരിച്ച് വേണം നമ്മൾ വീഡിയോസ് ഇടാൻ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏട്ടൻ ഇതുവരെ കുളിച്ച പോലും ഇല്ല, ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പം ഞാനും പെട്ടെന്ന് റെഡി ആവാം. നീനു ബേബിനെ റെഡി ആക്കണം, എന്നിട്ട് പെട്ടെന്ന് പോവാം. അവിടെ അമ്പലത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനുള്ള ഡ്രസ്സ് കൂടെ എടുക്കണം. പറ്റുമെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാം. അച്ചു നീനുവിന് ഡ്രസ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മളിത് പിങ്കി പോങ്കിയാണ്. അതെ അതെ, പിങ്കി ഉടുപ്പും വൈറ്റ് നിക്കറുമാണ് കേട്ടോ. വേറെ ഞാൻ എടുത്തത്, പിന്നെ വിചാരിച്ചിട്ട് കൊടുക്കാം. ഇഷ്ടപ്പെട്ടോ നിനിമ? ഉപ്പ് ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ആണോ? സൂപ്പറാണോ? തലമുടിയുടെ കെട്ടിക്കൊടുക്കണം, പൊട്ട് വിട്ട് കൊടുക്കണം. അതോടെ കൊടുക്കുമ്പോഴത്തേക്ക് സെറ്റ് ആവും. ഒരുപാട് താമസിച്ച് 5 മണിയായി കേട്ടോ. അതെ, നമ്മളിന്ന് ഇരുട്ടത്ത് വീഡിയോ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അമ്മയും സെയിം കളർ ആണല്ലോ. അമ്മ സെയിം കളർ ഒന്നും അല്ല, അമ്മ വേറെ കളറാ. ഒരുവിധം മാച്ച് ആണല്ലേ നിനിമ? നിനിമയുടെ ഡ്രസ്സൊക്കെ ചുളുങ്ങിയില്ലേ? ചുളുങ്ങിയില്ലേ? കൊള്ളാവോ നീനുമ? കൊള്ളാവോ? ഡ്രസ് കൊള്ളാവോ? കൊള്ളാവോ? അച്ഛൻ്റെ ഉമ്മ തന്നെ, അച്ഛൻ്റെ ഉമ്മ തന്നെ. ഉമ്മ ആ ഉമ്മ തലമുടിയുടെ കെട്ടിക്കൊടുക്കാം. ഏട്ടന്റെ മറ്റേ ബാഗിനകത്ത് ഒരു കൊച്ച് നീനു തലമുടി കെട്ടിക്കൊടുക്കാൻ പോവാണ്. എനിക്ക് വലിയ ഇവളുടെ ചുരുണ്ട മുടിയായത് കൊണ്ട് എന്റേതായ രീതിയിലൊക്കെ ആണ് കേട്ടോ ഞാൻ കേട്ടത്. അമ്മമാരെന്നെ ആക്ഷേപിക്കും. എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കേട്ടത്. ചിലപ്പോ അവിടെ ഇവിടെ മുടി മുങ്ങിയൊക്കെ ഇരിക്കും. എക്സ്പീരിയൻസിലൂടെ എന്നെ ശരിയാക്കുന്നത്. നീ മുടി കെട്ടിയിട്ടില്ലേ പണ്ട് സ്വന്തമായിട്ട്? എനിക്ക് അമ്മ തന്നെ തലമുടിയാ കെട്ടി തരുന്നത്. അതൊക്കെ നീ ഒരു അമ്മയല്ലേ ഇപ്പം, നീ കെട്ടി കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഞാനല്ലേ കെട്ടി കൊടുക്കുന്നത്. ആ, നിന്റെ അമ്മ പണ്ട് കെട്ടിക്കൊണ്ടിരുന്നപ്പോ നീ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി. ഒരു ശൈലിയേ ഉള്ളു. ഇവിടുന്ന് എല്ലാവരുടെ വാരി പിടിച്ചിനെ പിടിച്ച് പൊക്കി കെട്ടിത്തരും. ഇത് തന്നെ അതന്നെയല്ലേ നീ ഇപ്പൊ ചെയ്യുന്നത്. ആ, അത് തന്നെ എല്ലാരും ഇങ്ങനെയാണ് കെട്ടുന്നത്.
വേറെ ഇതിനകത്ത് ഇച്ചിരിയുള്ള മുടിയിൽ എന്തോ ശൈലി കൊണ്ടുവരാനാ പിന്നീടാൻ പറ്റൂ ഇല്ലല്ലോ. ഞാൻ വലുതായതിനു ശേഷം അമ്മ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് എങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഈ മുടി വെച്ചിട്ട് കെട്ടി വിടാൻ മണ്ടയില്? എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു ഇതായിട്ടാണ് ശരിയില്ല. അത് മുടി ഇച്ചിരി ഉള്ളു, ചെറിയ റബ്ബർ യൂസ് ചെയ്യണം. വലുത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കെട്ട് നടക്കത്തില്ല. കണ്ടോ, ഇത് വലുതാ ഇച്ചിരി. കണ്ടോ കണ്ടോ ഗൈസ്? അതിലൂടെ അവളെല്ലാം കൂടെ കളിച്ചു. അതെ, അവളിപ്പോ ഒരു മുടി പിടിച്ചാൽ അവൾ ഒരു അയിത്ത് കളയും. എന്നാലും സുന്ദരി എന്നൊക്കെ പറഞ്ഞ ചിലപ്പോ ഇരിക്കും. ശുണ്ട്രിയായി, ഇങ്ങനെ ശുണ്ട്രി കുട്ടിയായി കിടന്നാ പോലും അത് ഇപ്പൊ തന്നെ അത് അഴിക്കും മിക്കവാറും. ഡേയ് നീനു നോ, നീനു നോ, ശുണ്ട്രി കുട്ടിയായില്ലേ നീനുമ്മ? എനിക്ക് പൊട്ടിട്ടുമ്പോഴാണ് നല്ല രസം കാണാൻ. അല്ലേ മക്കളെ? അല്ലേടി സുന്ദരി? ഗൈസ് കുറച്ചു നേരം പോലും വെയിറ്റ് ചെയ്തില്ല. അവള് തലയിൽ എന്തോ ഇരിക്കുന്നുണ്ട്, അത് ഊരി എടുത്തോ കടിക്കുന്നു. നീനു നോ 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 നോ, കടിക്കരുത്. എന്താ, ഇതാണ് പരിപാടി. ഒരാവശ്യമില്ലായിരുന്നു നേട്ടി കൊടുക്കാൻ. അപ്പൊ ഗൈസ് നമ്മൾ റെഡിയായി കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീനു ബേബി ഇതേ തലമുടി ഇടയ്ക്ക് വെച്ച് അഴിച്ചായിരുന്നു കേട്ടോ. ഇത് അമ്മ കെട്ടിക്കൊടുത്തതാണ്. അമ്മ കെട്ടിയത് കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇതും ഇടയ്ക്ക് വെച്ച് അഴിക്കാനൊക്കെ നോക്കി പുള്ളിക്കാരി. പക്ഷെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണോ, അതുകൊണ്ടാണോ ഇങ്ങനെ അഴിച്ചു കളയുന്നത് അറിയത്തില്ല. അപ്പൊ നമ്മൾ റെഡിയായി. ഇപ്പൊ തന്നെ 5 മണി കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇരുട്ടത്തായിരിക്കും മിക്കവാറും എന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീനു ബേബി സുന്ദരിയായ ഒരു ചിരി കൊടുത്തേ, ക്യാമറ നോക്കി ചിരിച്ചേ, ചിരിച്ചേ, ചിരിക്കൂലേ? ഞാൻ പറഞ്ഞാലേ ചിരിക്കത്തുള്ളൂ. ഓഹോ ഗൈസ്, ഇപ്പൊ തന്നെ നമുക്ക് ഒരു കാര്യത്തിന് സമയം കിട്ടുന്നില്ല കേട്ടോ. ഇപ്പം നീനു ബേബി ഇപ്പൊ കുറച്ചുകൂടെ ആക്റ്റീവായി തുടങ്ങി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഓട്ടവും ചാട്ടവും ഒക്കെ നല്ല രീതിയിൽ കൂടി തുടങ്ങി. ഇനിയിപ്പോ ഒരാളൂടെ വരുമ്പം ആ ഒരു കുഞ്ഞിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണം. ആ സൈഡിൽ തന്നെ നീനു ബേബിയെ കൂടെ നോക്കണം. എന്തരാവുന്നോ എന്തോ ഒരു പിടുത്തം ഇല്ല എന്തരാവുന്നെന്ന്. അതെ, ആ സമയത്ത് പിന്നെ അച്ഛനും ഇത് കെയർ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതുകളെ 3 പേരെ നോക്കുന്നത് ഞാനായിരിക്കും. ഞാൻ പെടും കേട്ടോ, സത്യം പറയാലോ, നല്ല രീതിയിൽ പെടും. കഴിഞ്ഞ വട്ടം തന്നെ സത്യം പറഞ്ഞ ഉറക്കം പോവും, മൊത്തത്തിലുള്ള ഉറക്കം പോവും, അതെനിക്ക് ഉറപ്പാണ്. എന്നാലും പക്ഷെ നമുക്കിത് കൊണ്ടുപോയല്ലേ പറ്റും മുമ്പോട്ട്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത ആളിനി എങ്ങനെ ആണ്, ആങ്കൊച്ചാണോ പെങ്കൊച്ചാണോ, ഇനി എങ്ങനെ ആയിരിക്കും, നീനു ബേബിനെ കണക്കായിരിക്കോ, 2 പേരും കൂടി ഇടിയായിരിക്കോ എന്നൊക്കെ പലതും നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അറിയാവുന്ന അമ്മമാരുടെ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ 2 കുട്ടികളുള്ള വീട്ടിൽ എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ ഗൈസ്, നമ്മളിവിടെ അമ്പലത്തിലെത്തി കേട്ടോ. അമ്പലം ബാക്കിലാണ് കേട്ടോ, കാറിന്റെ ബാക്കിലാണ്. അപ്പം വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട്, കാരണം ഉത്സവമാണല്ലോ, അവിടെ ഉത്സവമായി. അപ്പം പുറത്തോട്ട് ആയി കഴിഞ്ഞാൽ നല്ല സൗണ്ടാണ്, അതുകൊണ്ടാണ് കാർ ഇരുന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ നീനു ബേബി കണ്ട ആ തലയിലെ കെട്ട് ഇപ്പോഴും അതാണ് കൊണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. തലയിലെ കെട്ട് ഓൾറെഡി പോയി, പിന്നെ അച്ഛൻ 2ാമത് തലയിലെ കെട്ടി കൊടുത്തത് അല്ലേ? ബേബി വാവേനെ തടവിക്കൊണ്ടിരിക്കും. അതെ, അമ്മയെ തടവിക്കൊണ്ടിരിക്കുക. നിനുമ വാവ എവിടെ? അമ്മയുടെ വാവ എവിടെ? അവിടെയാണോ വാവ? അമ്മയുടെ വാവ എവിടെയാ? ഇവിടാണോ? നിനുമ്മയുടെ വാവ എവിടെ? നിനുമ്മയുടെ വാവ എവിടെ? നിനുമ്മയുടെ വാവയും ഇതാ. അച്ഛയുടെ വാവ എവിടെ? അച്ഛയുടെ വാവ. അച്ഛയുടെ നീനുമ എവിടെ? അച്ഛന്റെ നീനുമ എവിടെ? നാണോ? ഇവിടെ മയണൈസിലേത് ഷവർമയുടെ ലിസ്റ്റ് എടുക്കുവാണ് കേട്ടോ. ഏതാ നല്ലത്? ടർക്കിഷ് ഷവർ വേണ്ടല്ലേ? ഏതാ നല്ലതെന്ന് വെച്ചാൽ അത് മതി. എന്തെങ്കിലും കഴിച്ചാലും വൈകിട്ടാകുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പാണ് കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഷവർമ വാങ്ങിച്ച്, പലരും പലതാണ് കേട്ടോ വാങ്ങിച്ചത്. എൻ്റെത് എനിക്ക് ഇച്ചിരി സ്പൈസി ആയിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പേർഷ്യൻ ഷവർമയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് സോഗിയായി കേട്ടോ, കാരണം കുറച്ച് നേരമായി വാങ്ങിച്ചിട്ട്. സ്പൈസിയാ, എരിയുണ്ട് കേട്ടോ, പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇനി അച്ചുവും അവന് വൈശാഖം വാങ്ങിച്ചത് ടർക്കിഷ്. ഏട്ടൻ വാങ്ങിച്ചത് എന്തുവാ?
ഫുൾ മീറ്റ് ടർക്കിഷ്. ശരി ശരി. എന്റെ ഫുൾ മീറ്റ് ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ്. ഫുൾ മീറ്റ് ടർക്കിഷ് ഗൈസ്. ഞാൻ ജിമ്മിൽ തുടങ്ങിയോണ്ടേ ഞാൻ മയോക്കെ ഇല്ലാതെയാണ് എടുത്തത് ഫുൾ മീറ്റ് മയോ ലെസ്. ഡ്രൈ ആണ്. ഇന്നും മയോ ഇല്ലല്ലോ. മഴ വരുമ്പോഴാണ് സോഗ്യം തോന്നുന്നത്. അത് സോഗ്യം പറ്റില്ല. മസാല അത്രേ ഉള്ളൂ. ഇതിന് എന്തൊക്കെയോ വലിയ വലിയ പേരുകളാട്ടോ ഫുൾ മീറ്റിന്. നമ്മൾ പിന്നെ നേരെ കൊല്ലത്തോട്ട് തന്നെ വന്ന കേട്ടോ അച്ഛൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ഉത്സവത്തിൻ്റെ തുടക്ക ദിവസമാണ്, അങ്കി കൊണ്ടുവരുന്ന ദിവസം അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ കമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും നിൻബേബി എല്ലാം അത് കണ്ടു കേട്ടോ. ഏട്ടനുണ്ടായിരുന്നു, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കി കൊണ്ടുവരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ തൊഴുതുകൊണ്ട് നിൽക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.